എല്ലാവർക്കും നമസ്കാരം. പോസ്റ്റ് ഓഫീസ് GDSലേക്ക് എല്ലാവരും അപേക്ഷ അയച്ചതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വീഡിയോ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരുപാട് പേര് വീഡിയോ കണ്ടു, ഒരുപാട് പേര് അപേക്ഷ അയച്ചു. മിനിമം 10ാം ക്ലാസ് യോഗ്യത വെച്ച് 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവർക്ക് പോസ്റ്റ് ഓഫീസിൽ, നിങ്ങളുടെ വീടിന്റെ അടുത്ത പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ആപ്ലിക്കേഷൻ അയച്ച സമയത്ത് തെറ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു പലരും. എന്തെങ്കിലും അഡ്രസ്സോ അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ എന്ത് തെറ്റ് വന്നാലും നിങ്ങൾക്ക് അതിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 18 ഫെബ്രുവരി മുതൽ 19 ഫെബ്രുവരി 2 ദിവസം മാത്രമാണ് സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ 18ാം തീയതി വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാം എഡിറ്റോർ കറക്ഷൻ വിൻഡോ 18/2 മുതൽ 19/2 വരെ, അതായത് ഫെബ്രുവരി 18ഉം 19ഉം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ഈ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് കറക്റ്റ് 2 ദിവസം മാത്രമാണ് സമയം കിട്ടുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക, തെറ്റില്ലാത്തവർ ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ കയറി അവിടെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ അപ്ലൈ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്ത് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യണം. നമുക്കറിയാം യൂസർ ഐഡി പാസ്വേഡ് ലോഗിൻ അത് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP പോയിട്ടുണ്ട്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുക, ഗ്രാമീൺ ദക്സേവ് കൊടുക്കുക. ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കാണാം, ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ 4 സ്റ്റെപ്പ് ഉണ്ടാവും. 4 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ വായിക്കുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ലോഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ കാണാം എഡിറ്റ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നമുക്കിവിടെ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെർഷ്യർ സ്റ്റാറ്റസ് മുതൽ നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. മെർഷ്യർ സ്റ്റാറ്റസ് അൺമാരിഡ് ആക്കണമെങ്കിൽ അൺമാരിഡ് ആക്കാം, അതായത് സിംഗിൾ. ഇനി സിംഗിൾ കൊടുത്തവർക്ക് എന്ത് ചെയ്യാം, മാരിഡ് ആക്കണമെങ്കിൽ മാരിഡ് ആക്കാം. പിന്നെ PWD, എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഡാറ്റ ഇൻ ദി നെക്സ്റ്റ് സ്റ്റേജ് വിൽ ബി റീസെറ്റ്, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ കൊടുക്കുക. വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. ഇനി അടുത്തത് കേരള സർക്കിള്, ഇയർ ഓഫ് പാസിങ്, സെലക്ട് ബോർഡ്, അതായത് 10ാം ക്ലാസ് ഡീറ്റെയിൽസിൻ്റെ ബോർഡ്, പിന്നെ രജിസ്ട്രേഷൻ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. അതിന് നിങ്ങളിവിടെ എഡിറ്റ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ കൊടുത്ത് എഡിറ്റ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എഗെയിൻ കണ്ടിന്യൂ കൊടുക്കുക, കൺഫർമേഷനാണ്. ഇനി കേരള സർക്കിള്, അതായത് നമ്മുടെ സർക്കിള് കേരളയാണ്, കേരള കൊടുക്കുക. പിന്നെ ഡിവിഷൻ, ഏതായിരുന്നു ഡിവിഷൻ അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ഓരോ ഡിവിഷനും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് രണ്ടാമതും ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്, കാരണം ഇൻ പ്രോഗ്രസ് ഇവിടെ കാണാം. ഇൻ പ്രോഗ്രസ് നമുക്ക് രണ്ടാമത് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് ആ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്ത പോലെ തന്നെ ഇവിടെ അത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള പോസ്റ്റ് ഓഫീസുകൾ കൊടുത്തു. എന്നിട്ട് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മളിവിടെ സെൻറ്റർ, അതായത് നിങ്ങളുടെ ഡിവിഷനും പോസ്റ്റ് ഓഫീസുകളും മാത്രമാണ് ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഇവിടെ ഫോട്ടോഗ്രാഫും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചൂസ് ഫയൽ കൊടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പ്രിവ്യൂ കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം വായിച്ച് നോക്കുക, ശ്രദ്ധിച്ച് വായിച്ച് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്കെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കാണാം. ഇവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ അത് കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്തോളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയച്ച സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇന്നും നാളെ മാത്രമാണ് സമയം കിട്ടുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.